നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. സർ, ഒരുപാട് നാളായി നമ്മുടെ ഇന്ത്യ മുന്നണി INDIA അല്ലെങ്കിൽ കുത്തുമുന്നണി, ഇന്നിപ്പോ അത് വെറും കൂത്തുമുന്നണി ആയി എന്നുള്ള ട്രോളുകളൊക്കെ ഇവിടെ കമന്റ് ആയിട്ട് കാണുന്നുണ്ട്. എന്താണ് സാർ നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ വിശേഷം? ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇതിനു മുൻപ് തന്നെ പ്രഡിക്റ്റ് ചെയ്തതാണ് 10-38 കക്ഷികൾ ചേർന്ന് നരേന്ദ്രമോദിജിയെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. ഇനി അവരുടെ ഭാവി ഭഗവാന് പോലും നിശ്ചയമില്ല എന്ന അവസ്ഥയൊക്കെ. എങ്ങനെയാണ് സർ ഇന്നത്തെ അവസ്ഥ? കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP-യുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്ത്യ മുന്നണി അവസാനിച്ചു. ഇനി അതിന്റെ പൊട്ടും പൊടിയും ഒക്കെ താഴെ വീഴുന്നത് മാത്രം നോക്കിയിരുന്നാൽ മതി. 8 നിലയിൽ പൊട്ടി എന്ന് നാട്ടുകാർ പണ്ട് പറയുന്നത് 8 നില അമിട്ടിന്റെ കാര്യമാണ്. വെടിക്കെട്ടില് 8 നില അമിട്ടുണ്ട്. അത് 8 നില മുകളിൽ പോയി പൊട്ടിക്കഴിഞ്ഞാൽ ആദ്യം വലിയ ശബ്ദം കേൾക്കും, പിന്നെ പ്രകാശം വരും. കുറച്ചു കഴിഞ്ഞാൽ ചാരവും കരിയും പുകയും എല്ലാം പൊടിയെല്ലാം കൂടെ താഴോട്ട് വീഴും. ഇനി താഴോട്ട് വീഴാൻ അത്ര മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ നമ്മൾ ഇതെന്തുകൊണ്ട് ഇത്ര ഗൗരവമായിട്ട് അറിയുന്നില്ല? ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇപ്പോഴും ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അത് മൂടി വെക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ സത്യസന്ധമായിട്ട് ഏതെങ്കിലും മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുമായിരുന്നു. അതുകൊണ്ട് ഞാനതിന്റെ ഓരോ കക്ഷികളും എടുത്ത നിലപാടുകളെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ വിവരം ഒന്ന് പങ്കുവെക്കാം എന്ന് കരുതുകയാണ്. ഇപ്പോൾ കോൺഗ്രസിന് 3 തലയാണ്. അത് സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി. ഇതിൽ ആരെ തൊഴണം എന്ന് കോൺഗ്രസിനകത്തുള്ളവർക്ക് ഇപ്പൊ അറിയത്തില്ല. ആരാണ് ഇതിന്റെ നിർണായകമായ തീരുമാനം എടുക്കുന്നത്? ലോകത്ത് കാണാൻ വയ്യാത്ത ഹൈക്കമാൻഡ് ഉള്ള ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്, അതിന്റെ ഘടന എന്താണ്, അതിന്റെ ചെയർമാൻ ആരാണ്, ഇതൊന്നും ആരും ചോദിക്കരുത്. അത് ഇങ്ങനെ അശരീരി പോലെ മുളിന്ന് വരും. അശരീരിയാണ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ പാർട്ടി ഇപ്പോ വന്നു വിട്ടിരിക്കുന്ന ഗതികേട് നോക്കൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തൊക്കെയായിരുന്നു വീരവാദം? ഇന്ത്യ മുന്നണി രൂപപ്പെട്ടിരിക്കുന്നു, ഇതാ നരേന്ദ്രമോദി യുഗം അവസാനിക്കുന്നു. സത്യത്തിൽ എന്താ സംഭവിച്ചത്? നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതെ വന്നു, കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടി വന്നു. അപ്പോഴൊക്കെ ഈ മാധ്യമങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് ഒരു തുടക്കം മാത്രമാണ്. കൂടി വന്നാൽ 100 ദിവസത്തിനകം നരേന്ദ്രമോദി താഴെ വീഴും, 1 വർഷത്തിനുള്ളിൽ അധികാരം നഷ്ടപ്പെടും, വീണ്ടും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും, കോൺഗ്രസ് പ്രധാനമന്ത്രി വരും. ഇതൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നോക്കൂ, ഇപ്പോഴെവിടെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്? ഇപ്പോൾ ഇന്ത്യ മുന്നണി തന്നെ അപ്രത്യക്ഷമായി. ഇത് പാർലമെന്റിനകത്തും പുറത്തും ഒരുപോലെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇത്തവണ പാർലമെന്റ് സമ്മേളിച്ചപ്പോൾ ആദ്യത്തെ ഒരു ആഴ്ച നടുത്തളത്തിൽ ഇറങ്ങി ബഹളം വെക്കുകയും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നയമാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി സ്വീകരിച്ചത്. എന്നാൽ 2ാമത്തെ ആഴ്ച വന്നപ്പോൾ ഘടകകക്ഷികൾ പറഞ്ഞു, ഈ പതിവ് നാടകവും കൊണ്ട് നടന്നാൽ നമുക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ മറ്റ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് സമാജ്വാദി പാർട്ടി പറഞ്ഞു, സംഭാൽ വിഷയം എടുത്തുകൊണ്ട് 2ാമത്തെ ആഴ്ചയിൽ നമുക്ക് സഭ സ്തംഭിപ്പിക്കാം. മുസ്ലിം ലീഗ് അതിന് പിന്തുണ കൊടുത്തു. ആ സമയത്ത് DMK എന്ന് പറയുന്ന പാർട്ടി പറഞ്ഞു, നമുക്ക് മണിപ്പൂർ വിഷയം വേണം എടുക്കാൻ, സംഭാൽ വിഷയം അവിടെ ഇരിക്കട്ടെ, മണിപ്പൂർ വിഷയം എടുത്ത് സഭ സ്തംഭിപ്പിക്കാം. അപ്പോൾ SP-യുടെയും അതായത് സമാജ്വാദി പാർട്ടിയുടെയും മുസ്ലിം ലീഗിന്റെയും ആഗ്രഹം സംഭാൽ വിഷയമായിരുന്നു. DMK-യുടെ ആഗ്രഹം മണിപ്പൂർ വിഷയമായിരുന്നു. പക്ഷെ ഇത് രണ്ടും കോൺഗ്രസ് ചെവിക്കൊണ്ടില്ല. കോൺഗ്രസ് വീണ്ടും അദാനി വിഷയം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
നടുത്തളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആരും കൂടെ ഇറങ്ങാനില്ലാതെ വന്നു. SP കൂടിയില്ല, മുസ്ലിം ലീഗ് കൂടിയില്ല, മറ്റ് ഘടകകക്ഷികൾ കൂടിയില്ല, തൃണമൂൽ കൂടിയില്ല. അവസാനം അവർ നാണം കെട്ട് പിൻവാങ്ങി പാർലമെന്റിന് പുറത്തു വന്ന് ഗാന്ധി പ്രതിയുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ, അത് സത്യാഗ്രഹം സ്ഥിരം പരിപാടി. പക്ഷെ അവിടെയും കോൺഗ്രസ് ഒറ്റപ്പെട്ടു. ഒരു ഘടകകക്ഷി പോലും അവരെ പിന്തുണയ്ക്കാൻ മുന്നോട്ട് വന്നില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അവിടെ തന്നെ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇത് കേവലം ഒരു നിസ്സാരമായ കാര്യമല്ല. CPI, CPM എന്ന രാഷ്ട്രീയ കക്ഷികൾ കൃത്യമായിട്ട് അവർ പറഞ്ഞു, കൂടിയാലോചനയില്ല, തീരുമാനങ്ങൾ എടുക്കാനും ഏത് ഇഷ്യൂ ആണ് പാർലമെന്റിൽ റേസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സമരം ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നു. അത് ഇന്ത്യ മുന്നണിയുടെ തീരുമാനമാണെന്ന് പ്രഖ്യാപിക്കുന്നു, അവർ തന്നെ നടപ്പാക്കുന്നു. വാർത്ത കൊടുക്കുമ്പോൾ ഇത് ഇന്ത്യ മുന്നണി പ്രതിഷേധിക്കുന്നു എന്നുള്ള മട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഞങ്ങളെ അതിന് കിട്ടില്ല. SP ആദ്യം ഈ വിഷയം പറഞ്ഞു. എന്നിട്ട് വളരെ കൃത്യമായി അവര് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. മമതാ ബാനർജിയെ ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷയാക്കി തെരഞ്ഞെടുക്കണം. അപ്പോൾ ഇത് വേണം എന്ന് പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസിന്റെ MP കീർത്തി ആസാദ് പരസ്യമായിട്ട് പറഞ്ഞു, തൃണമൂൽ കോൺഗ്രസ് ആണ്, മമതാ ബാനർജിയാണ് ഇന്ത്യ മുന്നണിയെ നയിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ശരത് പവാർ, ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിയായ ശരത് പവാറിന്റെ NCPയും ശരത് പവാറും മമതയ്ക്ക് പിന്തുണ കൊടുത്തു. ഈ സമയത്ത് മഹാരാഷ്ട്രയിൽ മഹാ അഘാഡി സഖ്യം അടിച്ചു പിരിഞ്ഞു. അവിടെ നടന്നത് സമാജ്വാദി പാർട്ടി ശിവസേനയുമായിട്ട് ഉടക്കായി. അതിന് കാരണം ബാബറി മസ്ജിദ് തകർത്തവർക്ക് അഭിനന്ദനം അർഹിച്ചുകൊണ്ട് ശിവസേന പത്രപരസ്യം കൊടുത്തു. ഇതിൽ പ്രതിഷേധിച്ച് സമാജ്വാദി പാർട്ടി മുന്നണി വിടുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ മഹാവികാസ് അഘാഡി അടിച്ചു പിരിഞ്ഞു. അതില് അബു അസ്മി എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ സമാജ്വാദി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചു, ഞങ്ങൾ മഹാവികാസ് അഘാഡി വിടുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ത്യ മുന്നണി വിടുകയാണ്. അങ്ങനെ കൃത്യമായിട്ടും അവർ ആ കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചു. അടുത്തത് സമാജ്വാദി പാർട്ടി നേതാവായിട്ടുള്ള ഉദയ് വീർ സിംഗ് മമതയെ പ്രതിപക്ഷ നേതാവാക്കണമെന്ന് പരസ്യമായി പ്രസ്താവന പത്രങ്ങൾക്ക് വിതരണം ചെയ്തു. അപ്പോൾ ഇതിനെതിരെ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാരായ വർഷ ഗെയ്ക്വാദും ഇമ്രാൻ മസൂദും മമത തൃണമൂലിനെ മാത്രം നയിച്ചാൽ മതി എന്ന് മറു പ്രസ്താവന കൊടുത്തു. മമത ഇന്ത്യ മുന്നണിയെ നയിക്കേണ്ട, തൃണമൂലിനെ മാത്രം നയിച്ചാൽ മതി എന്ന് കോൺഗ്രസിന്റെ 2 നേതാക്കന്മാരെ കൊണ്ട് കോൺഗ്രസ് തിരിച്ചടിച്ചു. അപ്പോൾ കോൺഗ്രസിന്റെ MP ആയിട്ടുള്ള മാണിക്യം ടാഗോർ എന്ന് പറയുന്ന വ്യക്തി അല്പം കൂടി കടത്തിയിട്ട് പറഞ്ഞു, മമത ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം ഏറ്റെടുക്കണം എന്നുള്ള ആശയം ഏറ്റവും വലിയ തമാശയാണ്, അത് നടക്കാൻ പോകുന്നില്ല എന്ന് കോൺഗ്രസ് MP മാണിക്യം ടാഗോർ പറഞ്ഞു. ഇതേ സമയം പുതിയൊരാളുടെ, പഴയ ഒരു കക്ഷി പുതിയ അവകാശവാദവുമായി രംഗത്ത് വന്നു. RJD നേതാവ് ലാലു പ്രസാദ് ഇന്ത്യ മുന്നണിയെ നയിക്കണം, അദ്ദേഹത്തിന് മാത്രമേ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇത് പറഞ്ഞത് RJDയുടെ ദേശീയ വക്താവ് മൃത്യുഞ്ജയ തിവാരി. അദ്ദേഹമാണ് ഈ വിഷയം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഇനി ഇതൊക്കെ നടക്കുമ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവിന്റെ ചുവടെ നിൽക്കുന്ന ഒരു നേതാവ് കേരളത്തിലുണ്ട്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ളയാൾ KC വേണുഗോപാൽ MP. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ പത്താഴത്തിലില്ല, അതായത് മുന്നണിയിൽ ഭിന്നതയില്ല. KC വേണുഗോപാൽ ഭിന്നതയുണ്ടോ എന്ന് ഇവിടെ ആരെങ്കിലും ചോദിച്ചോ? അതിനു മുമ്പ് തന്നെ പറഞ്ഞു അച്ഛൻ പത്താഴത്തിലില്ല, അതായത് മുന്നണിയിൽ ഭിന്നതയില്ല. ഇതിപ്പോൾ ലോക്സഭയിൽ നടന്ന ആ ഒരു മുന്നേറ്റം, ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സീറ്റ് കിട്ടി, കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടി, അതൊരു മെറിറ്റ് ആയിരുന്നു എന്ന് പലരും ധരിച്ചു. മാധ്യമങ്ങൾ ധരിച്ചു, രാഷ്ട്രീയ പണ്ഡിതന്മാർ ധരിച്ചു, ഐക്യത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ BJP വിരുദ്ധമായ ഒരു സഖ്യത്തിന്റെ വിജയമാണ്, മോദി യുഗം അവസാനിക്കുകയാണ്, വേറെ പ്രധാനമന്ത്രി വരും എന്നൊക്കെ പറഞ്ഞ ആ രാഷ്ട്രീയ പണ്ഡിതന്മാരുടെ കണ്ടെത്തൽ ഒരു മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല, കേവലം ഒരു ലക്കായിരുന്നു, ഒരു ആക്സിഡന്റലായിട്ട് നടന്ന സംഭവം മാത്രമാണ് എന്ന് മനസ്സിലായി. ഏതായാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇപ്പോൾ വലിയൊരു ഗുണം കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം അവർക്ക് നന്ദി പറയേണ്ട കാര്യമാണ്. ഇന്ത്യ മുന്നണി ഉണ്ടാകുന്ന സമയത്ത് മമതാ ബാനർജിയാണ് ഇന്ത്യ മുന്നണി എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്.
ആ സമയത്ത് പവാർ വന്നു. ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് പവാർ വേണം എന്ന് NCP പറഞ്ഞു. ലാലു പ്രസാദിന്റെ RJD പറഞ്ഞു ലാലു പ്രസാദ് വേണം നയിക്കാൻ. അഖിലേഷ് യാദവ് നയിക്കണമെന്ന് സമാജ്വാദി പാർട്ടി പറഞ്ഞു. സ്റ്റാലിൻ നയിക്കണമെന്ന് DMKയും തെക്കേ ഇന്ത്യയിലെ കക്ഷികളും പറഞ്ഞു. നിതീഷ് കുമാർ നയിക്കണം, അതുകൊണ്ട് നിതീഷ് കുമാർ വരണം എന്ന് പറഞ്ഞു. ഇങ്ങനെ നിരവധി നേതാക്കന്മാർ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കൂ, ഒറ്റ നേതാവേ ഉള്ളൂ, മമതാ ബാനർജി വേണം എന്ന്. പക്ഷെ മമതാ ബാനർജി ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാട് എന്താണ്? ബംഗ്ലാദേശ് വിഷയത്തിൽ ദേശീയമായ വികാരത്തോടൊപ്പം നിൽക്കുന്നു. നേഷൻ ഫസ്റ്റ്, പൊളിറ്റിക്സ് നെക്സ്റ്റ് എന്നുള്ള നിലപാട് മമതാ ബാനർജി അടിവരയിട്ട് പറഞ്ഞു. അവിടെ അതിനുള്ള അടിത്തറ അവർ ഒരുക്കുകയും ചെയ്തു. അതായത് ഇത്രയും കാലം ഗവർണറുമായി ഇടഞ്ഞു നിന്നിരുന്ന മമതാ ബാനർജി ഗവർണറുമായി യോജിക്കാൻ തയ്യാറായി. അവിടുത്തെ പുതിയ MLA-മാരുടെ സത്യപ്രതിജ്ഞ ഗവർണറെ അവർ നേരിട്ട് പോയി ക്ഷണിച്ചു, പൂച്ചെണ്ട് കൊടുത്തു. മമതയ്ക്കിപ്പോ നമ്മുടെ ആനന്ദ ബോസ് സാറിനോട് ഭയങ്കര മമതയാണ്. ഇത് വെറുതെ അല്ല, ഇത് ഇന്ത്യ മുന്നണി വിട്ട് NDA മുന്നണിയിലേക്ക് മമതാ ബാനർജി വാതിൽ തുറക്കുന്നതിന്റെ ശബ്ദമാണ് നമ്മൾ അവിടെ കേൾക്കുന്നത്. അതായത് ആനന്ദ ബോസ് സാറിലൂടെ ആ വാതിൽ തുറക്കുകയാണ്. ഓർക്കണം, വാജ്പേയി മന്ത്രിസഭയിൽ ഈ മമതാ ബാനർജി റെയിൽവേ മന്ത്രി ആയിരുന്നു. അപ്പോൾ ഇന്ത്യ മുന്നണി എന്താണെന്നും NDA മുന്നണി എന്താണെന്നും അവർക്ക് വളരെ വ്യക്തമായി അനുഭവിച്ച് അറിവുണ്ട്. ഇപ്പോൾ കാത്തിരുന്നത് പോലെ അനുകൂലമായ സാഹചര്യം വന്നു. ബംഗാളിൽ, ബംഗ്ലാദേശിൽ കഷ്ടത അനുഭവിക്കുന്ന ഹിന്ദുക്കൾ സംഘടിക്കുന്നു. അവർക്ക് രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ പിന്തുണയേറുന്നു. ഐക്യരാഷ്ട്രസഭ വരെ ഈ വിഷയം ഏറ്റെടുക്കുന്നു. അമേരിക്ക അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു. അനുകൂല നിലപാടുള്ള അമേരിക്കൻ പ്രസിഡന്റ് വരാൻ പോകുന്നു. എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു അന്തരീക്ഷം വരുമ്പോൾ മമതാ ബാനർജിക്ക് മനസ്സിലായി ഇനി ഇന്ത്യ മുന്നണിയിൽ നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് മുങ്ങുന്ന കപ്പലിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം, ഈ ലക്ഷ്യത്തോടു കൂടിയാണ് അവര് ഇപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്. അതായത് BJP ഏത് സ്റ്റാൻഡാണോ ബംഗ്ലാദേശ് വിഷയത്തിൽ എടുക്കുന്നത്, അതേ സ്റ്റാൻഡ് തന്നെയാണ് മമതാ ബാനർജിയും എടുക്കുന്നത്. നമ്മൾ ഓർക്കണം, ഇവിടുത്തെ മറ്റൊരു ഘടകകക്ഷി, ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയും ഇതുപോലെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പൊ മുസ്ലിം ലീഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ആണെങ്കിൽ, CPI, CPM, കോൺഗ്രസ്, ഏത് പാർട്ടി ആണെങ്കിലും മമത മുന്നോട്ട് വെച്ചതുപോലെ ധീരമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം പോലും നടത്തിയിട്ടില്ല. അതുകൊണ്ട് ബംഗ്ലാദേശ് വിഷയം മുന്നിൽ പിടിച്ചുകൊണ്ട് BJP മുന്നണിയിലേക്ക് ചുവടുമാറാൻ മമതാ ബാനർജി ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വസ്തുത. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ആരാണോ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് അതേ മമതാ ബാനർജി തന്നെ ഇന്ത്യ മുന്നണിയുടെ ഉദകക്രിയയും ചെയ്യുകയാണ്. ഉച്ചിയിൽ വെച്ച കൈകൊണ്ട് തന്നെ ഉദകക്രിയ ചെയ്യുന്നു എന്നുള്ള ആ ചരിത്രം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഇന്ത്യ മുന്നണി 8 നില അമിട്ട് പോലെ പൊട്ടിച്ചെതറി താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വസ്തുതകൾ വെച്ച് ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ട് പത്രപ്രസ്താവനകളിലൂടെ പരസ്യമായി മുന്നോട്ട് വന്ന് പറഞ്ഞ കാര്യം. ഇത് തന്നെയാണ് പാർലമെന്റിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പാർലമെന്റിലും അവർ വിഘടിച്ചു, പരസ്യമായി പ്രസ്താവനകളിലൂടെ അവർ വിഘടിച്ചു. അങ്ങനെ ഇന്ത്യ മുന്നണി എന്ന സ്വപ്നം തകർന്ന് കഷണം കഷണമായി ചിതറി തെറിച്ചിരിക്കുകയാണ് ഈ നിമിഷത്തിൽ. സാർ, നമ്മളെ പിണറായി രാജാവിന്റെയും പിന്നെ VD സതീശൻ മന്ത്രിയുടെയും കാര്യം കൂടി പറഞ്ഞാല് ഇന്ത്യ മുന്നണിയുടെ മറ്റു വിശേഷങ്ങളൂടെ തീരുവള്ളല്ലോ. എങ്ങനെയാണ് കേരളത്തിലെ ഇന്ത്യ മുന്നണിക്കാരുടെ ആ ഒരു ഐക്യത്തെ കൂടി സാറ് കാണുന്നത്? കേരളത്തിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി കൂട്ടി നിർത്തിയിരിക്കുന്നത് മുസ്ലിം എന്ന് പറയുന്ന ഒരു പശയാണ്. ഇപ്പോ കെട്ടിടം കെട്ടുമ്പോ ഈ കല്ലാണെങ്കിലും ഇഷ്ടികയാണെങ്കിലും ചേർത്ത് വെക്കുമ്പോ അതിനിടയ്ക്ക് സിമന്റ് ഇടുമല്ലോ, ഒരു ചാന്തെന്നൊക്കെ നാടൻ ഭാഷയിൽ പറയും. ആ കോൺക്രീറ്റ് ഇട്ട് കേരളത്തിലെ ഇന്ത്യ മുന്നണിയെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് മുസ്ലിമാണ്, മുസ്ലിം വികാരമാണ്. അതില് മുസ്ലിം ലീഗിന് നിർണായകമായ പങ്കുണ്ട്. SDPI, PFI, അതുപോലെ വെൽഫെയർ പാർട്ടി, PDP അടക്കം എണ്ണിയാൽ ഒതുങ്ങാത്ത തീവ്രവാദ ഗ്രൂപ്പുകൾക്കും അതിൻ്റെതായ നിർണായകമായ സ്വാധീനമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന്റെ ഇന്ത്യ മുന്നണിയെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് മുസ്ലിം വികാരം മാത്രമാണ്. അവിടെ കോൺഗ്രസിന് യാതൊരു പ്രസക്തിയുമില്ല. കഴിഞ്ഞ ദിവസം വരെ VD സതീശൻ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, മുനമ്പത്ത് ഒരാൾക്കും 1 സെന്റ് ഭൂമി പോലും നഷ്ടപ്പെടുകയില്ല, മുനമ്പത്ത് ഭൂമി സംരക്ഷിക്കും.
കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നയം വ്യക്തമാക്കി, മുനമ്പത്തെ ഭൂമി വഖഫിന്റേത് തന്നെയാണ്, അല്ലാന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. മണിക്കൂറുകൾക്കകം വി ഡി സതീശന്റെ നിലപാട് മാറിയല്ലോ, കോൺഗ്രസ് നിലപാട് മാറ്റിയല്ലോ. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടുത്തെ ഇസ്ലാമിക വോട്ട് ബാങ്കിന്റെ മുമ്പിൽ, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുമ്പിൽ മുട്ടുമടക്കി കഴിഞ്ഞു. കേരളം യഥാർത്ഥത്തിൽ ഇസ്ലാമിക സ്റ്റേറ്റായി പ്രഖ്യാപിക്കാതെ തന്നെ ഇസ്ലാമിക സ്റ്റേറ്റായി മാറിക്കഴിഞ്ഞു. അവർക്ക് വേണ്ടി വെള്ളം കോരുകയും വിറക് വെട്ടുകയും വിടുപണി ചെയ്യുകയും ചെയ്യുന്ന ജോലി മാത്രമാണ് വി ഡി സതീശനും പിണറായി വിജയനും കേരള കോൺഗ്രസുകാർക്കും മറ്റു പാർട്ടിക്കാർക്കും ഉള്ളത്. ഇതാണ് ഇന്ന് കേരളത്തിന്റെ ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ. സർ, നമുക്കറിയാം മറ്റൊന്നാണ്, ഇപ്പോ നരേന്ദ്രമോദിജി 400-ന് മുകളിൽ ആയിരുന്ന ഇലക്ഷൻ ആയിരുന്നു മൂന്നാമത്തെ അദ്ദേഹം പ്രധാനമന്ത്രിയായ ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ നമുക്കറിയാം. പക്ഷെ അത് ചുരുക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ലോകത്താകമാനമുള്ള ദുഷ്ടശക്തികളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് ഈ 38-ലധികം വരുന്ന ചെറിയ ചെറിയ കക്ഷികൾ ചേർത്തുകൊണ്ട് ഇനി എങ്ങനെയായിരിക്കും സർ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജി ആയിക്കോട്ടെ, ഇനി മറ്റു ഏതൊരു പ്രധാനമന്ത്രി ആയിക്കോട്ടെ, BJP ഉയർത്തി കാട്ടുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരും ആയിക്കോട്ടെ, എന്തായിരിക്കും സർ അതിന്റെ ആ ഒരു പ്രഡിക്ഷൻ സാറിന്? അതിപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം സമയം കുറെ ഉണ്ട്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, നരേന്ദ്രമോദിക്ക് മറുവശത്ത് നിർത്താൻ കഴിയുന്ന ഒരു വ്യക്തിയും ഒരു പാർട്ടിയും ഇന്ന് ഇല്ല. ഇത് വളരെ വ്യക്തമാണ്. ഇനി ഇവരെ ആരെയാണ് നേതാവായിട്ട് കൊണ്ടുവരിക? ഇപ്പോൾ ഇന്ത്യ സഖ്യം മമതാ ബാനർജിയുടെ പേര് പറയുന്നു, കോൺഗ്രസ് അതിനെ വട്ടമുടക്കുന്നു. നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങൾക്ക് ലോകസഭയിൽ 99 സീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ രാജ്യസഭയിൽ 29 സീറ്റ് ഉണ്ട്. മമതാ ബാനർജിക്ക് എത്രയുണ്ട്? 29 ലോക്സഭാ സീറ്റും പിന്നെ 13 രാജ്യസഭാ സീറ്റും, അപ്പൊ 42 സീറ്റ്. അപ്പൊ 127 സീറ്റുള്ള കോൺഗ്രസ് ആണോ 42 സീറ്റുള്ള തൃണമൂലാണോ ഇന്ത്യ മുന്നണിയെ നയിക്കേണ്ടത്? ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് ഇതിനെ തകർക്കും. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, കോൺഗ്രസ് ഒരു ഭാഗത്ത് ഒറ്റയ്ക്ക് വരും, അല്ലെങ്കിൽ കേരളത്തിലേതുപോലെ 1-2 പാർട്ടികൾ, അതായത് 1-2 MP പോലും ഇല്ലാത്ത 1-2 MLA-മാരൊക്കെയുള്ള പാർട്ടികൾ മാത്രം കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കും. ബാക്കിയുള്ളവര് മമതാ ബാനർജിയുടെ നേതൃത്വം അംഗീകരിക്കാൻ കഴിയുന്നവര് ഒരു മുന്നണി ഉണ്ടാക്കും. ഇന്ത്യ മുന്നണി എന്നുള്ളത് അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ അവരിനി വേറെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കും. ഫലത്തിൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്നറിയോ? അടുത്ത ലോക്സഭാ ഇലക്ഷൻ വരുമ്പോ 3 മുന്നണി ഉണ്ടാവും. ഇത്തവണ 2 മുന്നണി ആയിരുന്നെങ്കിൽ അടുത്ത തവണ 3 മുന്നണി ഉണ്ടാവും. അതായത് BJP-യുടെ NDA ഉണ്ടാവും, തൃണമൂലിന്റെ നേതാവ് മമതാ ബാനർജി നയിക്കുന്ന മറ്റൊരു മുന്നണി ഉണ്ടാവും, കോൺഗ്രസ് നയിക്കുന്ന മൂന്നാമതൊരു മുന്നണി ഉണ്ടാവും. ഈ 3 മുന്നണികൾ തമ്മിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റുമുട്ടിയാൽ കേരളത്തിലാണെങ്കിൽ പോലും എന്തായിരിക്കും സംഭവിക്കുക? അതാണ് അടുത്ത ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട്. അത് എത്ര സീറ്റ് വരുമെന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല, കാരണം നമ്മൾ കണക്ക് കൂട്ടിയാൽ ആ കണക്ക് കൂട്ടൽ പോലും തെറ്റിപ്പോകും. ഈ കണക്ക് കൂട്ടലുകൾ ഹരിയാനയിൽ തെറ്റി, മഹാരാഷ്ട്രയിൽ തെറ്റി, എല്ലാവരും കണക്ക് കൂട്ടിയതിനേക്കാൾ അപ്പുറം വമ്പിച്ച ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായത്. അപ്പോൾ അടുത്ത ലോക്സഭാ ഇലക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ത്രികോണ മത്സരം ആയിരിക്കും രൂപപ്പെടുക. അതിലൊരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല. ഈ പറയുന്ന മൂന്നാം മുന്നണി എന്ന് പറയുന്ന മമതാ ബാനർജി നേതൃത്വം കൊടുക്കുന്ന കക്ഷി ഇന്ത്യയിൽ നേതൃത്വം കിട്ടാൻ പോകുന്നില്ല. അതിന്റെ കാരണം, ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് മമതാ ബാനർജി നേതൃത്വം കൊടുക്കുന്ന ആ ഒരു മുന്നണി വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികൾ മാത്രം ചേർന്നതാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ കൂടുതൽ സീറ്റുകൾ BJP-ക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അവിടെ SP, സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചു, RJD അവർക്ക് പിന്തുണ കൊടുത്തു. അങ്ങനെയുള്ള നിരവധി കക്ഷികൾ അവിടെ ഒന്നിക്കാൻ സാഹചര്യമുണ്ടായി. അവിടെ അല്ലാതെ പിന്നെ എവിടെയാ ഒന്നിക്കാൻ പറ്റുക? മറ്റേത് സംസ്ഥാനത്താണ് ഒന്നിക്കാൻ പറ്റുക? ഇപ്പൊ തൃണമൂൽ കോൺഗ്രസിന്റെ വോട്ട് കൊണ്ട് തമിഴ്നാട്ടിലെ DMK-ക്ക് ഒരു പ്രയോജനവും ഇല്ല. തമിഴ്നാട്ടിലെ DMK-യുടെ വോട്ട് കൊണ്ട് അവിടെ അങ്ങേറ്റത്ത് അകാലിദളിന് പഞ്ചാബിൽ ചെന്നാൽ ഒരു പ്രയോജനവും ഇല്ല. അതേപോലെ ശിവസേനയുടെ മഹാരാഷ്ട്രയിലെ വോട്ട് കൊണ്ട് കർണാടകത്തിലെ കോൺഗ്രസിനോ അതല്ലെങ്കിൽ തമിഴ്നാട്ടിലെ DMK-ക്കോ കേരളത്തിലെ CPM-നോ ഒരു പ്രയോജനവും ഇല്ല. ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് പരസ്പരം സഹായിച്ചുകൊണ്ട് കൂടുതൽ സീറ്റ് നേടാൻ കഴിയുന്ന ഇപ്പോഴത്തെ UP കോൺഗ്രസ് പുറത്തുപോയി കഴിയുമ്പോൾ അവിടെയും ത്രികോണ മത്സരത്തിലേക്ക് വരും. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് രാഷ്ട്രീയം അറിയാത്തവർക്കും കണക്ക് കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. അതായത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും
ഏറ്റവും വലിയ ശക്തിയായി ദേശീയ ജനാധിപത്യ സഖ്യം അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ പാർലമെന്റ് സീറ്റുകൾ തൂത്തുവാരിക തന്നെ ചെയ്യും. പക്ഷെ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണിയിൽ നിന്ന് പല ഘടകകക്ഷികളും NDAയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. മമതാ ബാനർജി തീരെ ബുദ്ധിയില്ലാത്ത വ്യക്തിയല്ല. അതുകൊണ്ട് എന്റെ ഒരു ബലമായ സംശയം, മമതാ ബാനർജി തന്റെ കയ്യിലിരിക്കുന്ന 29, 13, 42 MP കൂട്ടി നേരിട്ട് BJPയോടൊപ്പം കൂടിക്കൂടായുകയും ഇല്ല. അതിന് അവർ ചോദിക്കുന്നത് ചിലപ്പോൾ ഉപപ്രധാനമന്ത്രി പദമോ അതല്ലെങ്കിൽ ഉപരാഷ്ട്രപതി പദമോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അതെന്ത് തന്നെ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല. കോൺഗ്രസ് മുച്ചൂടും നശിക്കാൻ പോകുന്ന, കോൺഗ്രസിനോടൊപ്പം കൂടുന്നവർ അതിനേക്കാൾ വേഗത്തിൽ നശിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവുക. മറ്റൊരു കാര്യം കൂടി സംഭവിക്കും. ഗണ്ഡി കുടുംബത്തിന്റെ ചരിത്രം അവസാനിക്കും. അതായത് ഇപ്പോൾ അവർ തുറുപ്പ് ചീട്ട് ഇറക്കി കഴിഞ്ഞു. ഇനി ഒരു ചീട്ടും കയ്യിലില്ല. പ്രിയങ്ക ഗാന്ധി, പ്രിയങ്ക ഞങ്ങൾ ഇറക്കും, പ്രിയങ്കയുടെ മൂക്ക് കണ്ടോ, മുടി കണ്ടോ, ബാക്കിയെല്ലാം കണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല, അത്രയൊക്കെ പറയുന്നുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത്രയും നാള് മോഹിപ്പിച്ചത്. ഈ പ്രിയങ്ക വന്നാൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പോൾ തുറുപ്പ് ചീട്ട് ഇറക്കി, ഇനിയിപ്പോ ഒന്നുമില്ല. അതോടുകൂടി കോൺഗ്രസിന്റെ യുഗം അവസാനിക്കും. മറുവശത്ത് മമതാ ബാനർജിയെ പോലെ ബുദ്ധിയുള്ളവർ NDAയുടെ ഭാഗമായി തീരും. അങ്ങനെ NDAയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ഒറ്റയടിക്ക് ഇല്ലാതാകുന്ന റിസൾട്ട് ആയിരിക്കും അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ ഭാരതം കാണാൻ പോകുന്നത്, ലോകം കാണാൻ പോകുന്നത്. സാർ, ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്നുള്ള രീതിയിൽ കേരളത്തില് BJPയുടെ സാധ്യതകൾ എന്തായിരിക്കും? BJP അത് ബാധിക്കുമോ അതോ ശോഷിപ്പിക്കുമോ? എന്തായിരിക്കും അതിന്റെ ഒരു ഇത് വരെ എഫക്ട് വരിക? കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി കാണാം ഒരു കാര്യം. അതായത് 1947 ആഗസ്റ്റ് 15 മുമ്പ് വരെയുള്ള കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അവര് ബ്രിട്ടീഷ് അനുകൂലികൾ ആയിരുന്നു. മാതൃഭൂമി പത്രം, ദേശബന്ധു പത്രം എന്നിവയൊക്കെ ഒഴികെ മറ്റ് മാധ്യമങ്ങൾ, ഇന്ന് മുഖ്യധാരയിൽ നിൽക്കുന്ന മാധ്യമങ്ങൾ, അന്ന് ബ്രിട്ടീഷ് അനുകൂല മാധ്യമങ്ങളായിരുന്നു. ഞാനിത് പറയാൻ കാരണം 50-ാം വാർഷികം, സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി കൊച്ചിയില് ഒരു പത്ര എക്സിബിഷൻ സംഘടിപ്പിച്ചു. ആ പത്ര എക്സിബിഷനിൽ പങ്കെടുക്കാതെ നിന്ന 2 പത്രങ്ങളുണ്ട്. ഒന്ന് കേരളത്തിലെ ആദ്യത്തെ ദിനപത്രവും, 2 കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോപ്പി വിൽക്കുന്ന പത്രവും. ഇവർ 2 പേരും പങ്കെടുത്തില്ല. 2 പേരും കോട്ടയത്തു നിന്നുള്ളവരാണ്. അവർ 2 പേരും പങ്കെടുത്തില്ല. എന്താ കാരണം എന്നറിയാമോ? 1947 ആഗസ്റ്റ് 15 മുമ്പ് വരെ ഇവർ മഹാത്മാഗാന്ധിയെ വിളിച്ചിരുന്നത് മിസ്റ്റർ ഗാന്ധി എന്നായിരുന്നു. അവരുടെ കൂറ് ബ്രിട്ടനോടായിരുന്നു. അതുകൊണ്ട് അത് പ്രസിദ്ധീകരിച്ചാൽ, എക്സിബിഷനിൽ കൊണ്ടുപോയി വെച്ചാൽ പത്ര ഓഫീസ് കത്തിക്കും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഞങ്ങൾ ഈ എക്സിബിഷനിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറി. ഞാൻ പറഞ്ഞു വന്നത്, അവരൊക്കെ ആഗസ്റ്റ് 15-ാം തീയതി പെട്ടെന്ന് കോൺഗ്രസ്സായി, കോൺഗ്രസിന്റെ സഖ്യകക്ഷികളായി, ഇന്ത്യക്കാരായി, ദേശീയ പതാക ഉയർത്താറായി, ജനഗണമന പാടാറായി എന്ന് പറഞ്ഞതുപോലെ ബുദ്ധിയുള്ളൊരു വിഭാഗം ഈ കേരളത്തിലുണ്ട്. അവരിപ്പോൾ തന്നെ BJPയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മുനമ്പം സമരത്തിൽ ആ സഖ്യം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുന്നോട്ട് വീടാന്തരം ഈ തരത്തിലുള്ള വമ്പൻ മാറ്റമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഇത് എങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഹിന്ദുക്കൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായിട്ട് BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. ഇന്ന് വന്നിരിക്കുന്ന പഞ്ചായത്ത് ഇലക്ഷന്റെ റിസൾട്ട് നോക്കിയാൽ പോലും ഇത് മനസ്സിലാവും. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുസ്ലിങ്ങളും, മുസ്ലിം ലീഗിലെ മുസ്ലിങ്ങളും, മുസ്ലിം തീവ്രവാദ പാർട്ടികളിലെ മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിൽക്കും. കോൺഗ്രസിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ഇവർ 2 പേരും BJP സഖ്യത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ 20 ലോക്സഭാ സീറ്റ് ഉള്ളതിൽ മുസ്ലിമിന് കൃത്യമായ മുൻതൂക്കമുള്ള പൊന്നാനി സീറ്റ്, മലപ്പുറം സീറ്റ്, വയനാട് സീറ്റ്, ഈ 3 സീറ്റുകൾ വേണമെങ്കിൽ മുസ്ലിം ലീഗ് ജയിക്കും. അവരുടെ ഔദാര്യം കൊണ്ട് ഒരെണ്ണം കിട്ടിയാൽ കോൺഗ്രസിന് കിട്ടും. ഇതായിരിക്കും കോൺഗ്രസിന്റെ അവസ്ഥ. മറുവശത്ത് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് എടുത്താൽ കാസർഗോഡ്, കണ്ണൂര്, വടകര അടക്കമുള്ള സീറ്റുകൾ ഹിന്ദുക്കളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകൾ അവിടെ നിന്ന് മാറി വോട്ട് ചെയ്യുമ്പോൾ
ഉണ്ടാവുന്ന അതേ മാറ്റമായിരിക്കും തിരുവിതാംകൂറിൽ തിരുവനന്തപുരം മുതൽ തൃശ്ശൂര് ചാലക്കുടി വരെയുള്ള സീറ്റുകളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ BJP-യോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം. ചുരുക്കി പറഞ്ഞാൽ എനിക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് 3 സീറ്റുകൾ മുസ്ലിം നേതൃത്വം കൊടുക്കുന്ന, മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് കിട്ടും. ബാക്കി 17 സീറ്റുകൾ BJP മുന്നണി നേടും. ആ BJP മുന്നണിയിൽ കേരള കോൺഗ്രസുകൾ ഉണ്ടായിരിക്കും. ആ BJP മുന്നണിയിൽ നമ്മൾ ഇന്ന് കാണാത്ത LDF-ലും UDF-ലും നിൽക്കുന്ന പല കക്ഷികളും BJP മുന്നണിയോടൊപ്പം ചേരും. മറുവശത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രണ്ടുപേരെയും തങ്ങളുടെ 2 കക്ഷത്തിലാക്കിക്കൊണ്ട് നേതൃത്വം കൊടുക്കുന്ന മുന്നണി, അതിന്റെ തലപ്പത്ത് മുസ്ലിം ലീഗ് ആയിരിക്കും. അതായത് പരസ്യമായി മുസ്ലിം ലീഗിന്റെ മുന്നണി നിലവിൽ വരികയും CPM-ഉം കോൺഗ്രസ് ഐയും അതിലെ ഘടകകക്ഷികളാവുകയും മുസ്ലിം ലീഗിന്റെ ഔദാര്യം കൊണ്ട് കിട്ടുന്ന പൊട്ടും പൊടിയും ഒന്നെങ്കിൽ രാജ്യസഭാ സീറ്റും ഒക്കെ കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്ത് LDF UDF യുഗം അവസാനിക്കുകയും ആ 2 മുന്നണിയിലും ഇപ്പോഴുള്ള പല ഘടകകക്ഷികളും BJP-യോടൊപ്പം ചേർന്ന് ദേശീയ ജനാധിപത്യ സഖ്യം 20-ൽ 17 സീറ്റും നേടുകയും ചെയ്യുന്ന ഒരു ഇലക്ഷൻ റിസൾട്ട് ആയിരിക്കും അടുത്ത തവണ കേരളത്തിൽ കാണാൻ പോകുന്നത്. അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം എന്നേക്കുമായി മാറ്റിമറിക്കുകയും ചെയ്യും. സാറേ, മറ്റൊന്നാണ്, നമ്മൾക്ക് ഇപ്പൊ നരേന്ദ്രമോദിജി അല്ലെങ്കിൽ BJP-യോടെ ജയിച്ചില്ലായിരുന്നെങ്കിൽ, ഇനി ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സാർ, അതല്ലെങ്കിൽ എന്താവുമായിരുന്നു നമ്മുടെ ഭാരതത്തിന്റെ അവസ്ഥ എന്നുള്ളത് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സാർ? അത് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ വഖഫ് നടപ്പിലാകുമായിരുന്നു. അതായത് ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, സുപ്രീം കോടതി അടക്കം ഡൽഹി സംസ്ഥാനത്തിന്റെ 77% വഖഫിന് എഴുതി കൊടുക്കുന്നത് പോലെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലെയും ഏറ്റവും കണ്ണായ ചങ്കായ പ്രദേശങ്ങൾ മുഴുവൻ വഖഫിന് വിട്ടുകൊടുത്തിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും അടക്കമുള്ള ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ ഒരു ഇസ്ലാമിക സ്റ്റേറ്റായി ഭാരതത്തെ പ്രഖ്യാപിക്കുന്നതിന് പിന്തുണ കൊടുക്കുകയും ഇന്ത്യയില് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ ജിഹാദ് സംഘടിപ്പിച്ചുകൊണ്ട് ശരീഅത്ത് നിയമം അനുസരിച്ച് ഇന്ത്യയെ ഒരു മുസ്ലിം രാജ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന്റെ ഉത്തമ ഉദാഹരണമാണ്, ഏറ്റവും സ്പഷ്ടമായ തെളിവാണ് കേരള നിയമസഭയിലെ 140 MLA-മാരും ഒന്നിച്ച് കൈപൊക്കി ഇതേ ശരിയ നിയമം, അതായത് വഖഫ് നിയമം ഭേദഗതിയില്ലാതെ നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടത്. അതായത് ഇന്ത്യ ഒരു ലോകത്തെ ഏറ്റവും കടുത്ത അതിക്രൂരമായ ഇസ്ലാമിക സ്റ്റേറ്റായി മാറുമായിരുന്നു മൂന്നാമതും മോദിജി അധികാരത്തിൽ വന്നിരുന്നില്ല എങ്കിൽ. ആ സമയത്ത് ഇന്ത്യയില് ക്രൈസ്തവ ജനവിഭാഗം കൂട്ടക്കൊല ചെയ്യപ്പെടുകയും ഹിന്ദുക്കളുടെ രക്ഷ അവർക്ക് മതിയാകാതെ വന്നാൽ 2.5% വരുന്ന ഇന്ത്യൻ ക്രൈസ്തവനെ കേരളത്തിലെ 33% വരുന്ന ഇവിടുത്തെ മുസ്ലിം തീവ്രവാദ വിഭാഗത്തിൽപ്പെട്ടവർ കൊല ചെയ്ത് കൊന്നു തീർക്കുകയും ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ പരസ്യമായി വീണ്ടും ഒരിക്കൽ കൂടി ഹിന്ദു മുസ്ലിം ലഹള രാജ്യവ്യാപകമായി ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി തീർക്കാൻ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും വഴിയൊരുക്കി അവരതില് ആനന്ദിക്കുകയും പിന്നെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ളവര് ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം മക്കളെ മുസ്ലിങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്ത് രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ഇത് മൂന്നാമത് മോദി വന്നില്ലായിരുന്നുവെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം. ഓക്കെ, ഇനി എന്തെങ്കിലും വിട്ടുപോയതുണ്ടോ സാർ? എന്റെ ചോദ്യത്തിന്റെ ഉൾപ്പെടാതെ പോയ എന്തെങ്കിലും വസ്തുതകൾ പറയാനുള്ളത്? നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിലും കേരളത്തിലും സംഭവിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ മാറ്റം ഹിന്ദുത്വ ദേശീയ രാഷ്ട്രീയത്തിന്റെ അനിവാര്യത ബോധ്യപ്പെട്ടുകൊണ്ട് മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളിൽ, അതായത് കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, DMK, തൃണമൂൽ, സമാജ്വാദി പാർട്ടി അടക്കമുള്ള എല്ലാ പാർട്ടികളിലും ഇന്ന് പിടിപൊറുക്കിയിരിക്കുന്ന ഇസ്ലാമിക നേതൃത്വം തൂത്തെറിയപ്പെട്ടുകൊണ്ട് ഒരു ദേശീയ നേതൃത്വം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സംഭവിക്കും. ഇത് സംഭവിക്കുന്നില്ല എങ്കിൽ ആ പാർട്ടികൾ ചരമമടയും. അതുകൊണ്ടൊരു വലിയ കടഞ്ഞെടുക്കൽ, വലിയൊരു ചേണി ആണ് ഭാരതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതിനുശേഷം അതിശക്തമായ ഒരു രാഷ്ട്രമായി ഭാരതം ഉദിച്ചുയരും.
ലോകത്തെ വൻശക്തി രാഷ്ട്രങ്ങളിൽ ഒന്നാം സ്ഥാനത്തേക്ക് അടുത്ത ലോക്സഭാ ഇലക്ഷന് ശേഷം BJP ഭാരതം ഭരിക്കുമ്പോൾ ലോകത്ത് അമേരിക്കയെക്കാൾ വലിയ ഒന്നാമത്തെ പവറായി ഭാരതം മാറും. നമുക്കെല്ലാവർക്കും അത് കാണാനുള്ള ഭാഗ്യമുണ്ടാകും എന്നാണ് എന്റെ വിശ്വാസം. അധർമ്മം എത്ര വിളയാടി കഴിഞ്ഞാലും ഭാരതത്തിന്റെ മാത്രം ഈ ലോകത്താകമാനം നോക്കിക്കഴിഞ്ഞ ഒരു പ്രത്യേകതയാണ് മാന്യ പ്രേക്ഷകരെ. അവിടെ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവതാരങ്ങൾ പല വേളകളിൽ ഇവിടെ അവതരിച്ചിട്ടുണ്ട്. അത് പല രൂപത്തിലായിരിക്കാം. അത് മോദിജി ആയാലും മറ്റേ ഒട്ടേറെ പേരുകളിലായാൽ പോലും ഭാരതം എന്നും ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഭഗവാന്റെ ദേശം തന്നെയാണെന്നുള്ള ആ ഒരു ബോധ്യം ഇനിയെങ്കിലും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും കുത്തുമുന്നണി അതല്ലെങ്കിൽ കൂത്തുമുന്നണി ഇന്ത്യ മുന്നണി ആകെ തകർന്ന് ഛിന്നഭിന്നമായിരിക്കുന്നു എന്നുള്ളത് മാധ്യമങ്ങൾ ഇവിടെ മുക്കിയെങ്കിലും അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ ഇത്തരത്തിലുള്ള ചെറുകിട ചാനലുകളിലൂടെ പച്ചയ്ക്ക് പറയുന്നത് കൊണ്ട് തന്നെ മാന്യ പ്രേക്ഷകരിലേക്ക് ഈ വിവരം എത്തിക്കുകയാണ്. അതിന് മാന്യ പ്രേക്ഷകർ എല്ലായിടത്തേക്കും എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് മാത്രം പറയുകയാണ്. എന്തായാലും മറ്റൊരു വിഷയവുമായി ജയസുരേൻ സാർ നാളെ വരും. അതുവരെ തൽക്കാലം നമുക്ക് അദ്ദേഹത്തിന്റെ പെർമിഷനോടുകൂടി ഈ ലൈവ് സെഷൻ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.